ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം അല്ലെങ്കിൽ നല്ലൊരു സായാഹ്നമൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് ഇനി വരാനിരിക്കുന്ന അതായത് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഇടയ്ക്കാണ് അപ്കമിങ് വിശേഷങ്ങൾ ഇടുന്നത്. വരുമ്പോൾ നമ്മളൊരു 3-4 എപ്പിസോഡ് ഒരുമിച്ചാണ് കേട്ടോ പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ചാനലിൽ അപ്കമിങ് വിശേഷങ്ങൾ മാത്രമാണ് ഇടുന്നത്. വേറെ എന്തെങ്കിലും കഥയൊക്കെ നമ്മൾ ഇടുവാണെങ്കിൽ നിങ്ങൾ അറിയിക്കാട്ടോ. ഇപ്പം നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ടാണ് ബാക്കി 2 ചാനലിൽ നമ്മൾ വിശേഷം ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലിപ്പം നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങൾ മാത്രം ഇടുന്നത്. അപ്പം ഞാൻ വിശേഷത്തിലേക്ക് കടക്കുകയാണേ. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഒരു നർത്തകിയാണല്ലോ. അപ്പം നമ്മുടെ ചന്ദ്ര ഒരു ചെറിയ ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ചന്ദ്ര ഡാൻസ് സ്കൂൾ തുടങ്ങുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, നമ്മുടെ ശ്രുതിയുടെയും ഒക്കെ നിർബന്ധമാണ്. പിന്നെ സച്ചിക്കും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം തൻ്റെ ആ ഒരു താൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കല വെളിയിലെടുത്തുകൊണ്ട് നന്നായിട്ട് നൃത്തമൊക്കെ ചെയ്യുവേ. അങ്ങനെ നൃത്തം ചെയ്യുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ വർഷയുടെയും അതുപോലെ തന്നെ ശ്രീകാന്തിൻ്റെയും വിവാഹ വാർഷികം വരുമ്പോഴാണ് സത്യത്തിൽ ചന്ദ്ര നല്ലൊരു നർത്തകിയാണെന്ന് തെളിയുന്നതും അത് എല്ലാവർക്കും മനസ്സിലാക്കുന്നതും. അപ്പം മക്കളൊക്കെ നിർബന്ധിച്ച് ഒരു ഡാൻസ് ക്ലാസ് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ, ചുമ്മാ ഇരുന്ന് തിന്നുവാണല്ലോ, എന്തെങ്കിലും ഒരു ജോലിയും കൂടെ ആയിക്കോളൂല്ലോ. ഈ ചുമ്മാ ഇരുന്ന് തിന്നുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് നടക്കുന്ന കാര്യമൊന്നും അല്ല. ഇപ്പൊ സ്ത്രീകളാണെങ്കിലും ജോലിക്ക് പോകുന്ന സമയമാണ്. അപ്പൊ നമ്മുടെ സച്ചിയുടെ ഈ കുത്തി കുത്തി പറച്ചിലൊക്കെ ഉണ്ടല്ലോ. അമ്മയാണെങ്കിലും ചുമ്മാ ഇരുന്ന് തിന്നുവാ, രേവതി കഷ്ടപ്പെടുന്നുണ്ട്, ശ്രുതി കഷ്ടപ്പെടുന്നുണ്ട്, വർഷ കഷ്ടപ്പെടുന്നുണ്ട്. അവരുടേതായ ജീവിതങ്ങളൊക്കെ നോക്കുന്നു. എന്നിട്ട് അമ്മയ്ക്ക് ഒരു തൊഴിൽ അറിയാഞ്ഞിട്ട് അമ്മയ്ക്ക് എന്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൂടാ എന്നൊരു ചോദ്യം വന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് ഇഷ്ടമാണ് ഡാൻസും. അപ്പൊ അങ്ങനെ കുറച്ച് കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ച് ഒരു ചെറിയൊരു ഡാൻസ് ക്ലാസ് അവിടെ തുടങ്ങിയുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രുതിയുടെ മകൻ ആദി. അപ്പം ശ്രുതിയുടെ മകൻ ആദീനെ ഇപ്പൊ ചേർത്തിരിക്കുന്നത് നമ്മുടെ ചന്ദ്രയൊക്കെ താമസിക്കുന്നതിന്റെ അടുത്താണ്. അപ്പം അവിടെ ഒരു വാടക വീടെടുത്ത് താമസിക്കുകയാണ് ശ്രുതിയുടെ മകനും അമ്മയും. കാരണം അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതിനിടയിൽ നമ്മുടെ ആദിമോന് കണ്ണിനൊക്കെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ചെറിയ അസുഖങ്ങളൊക്കെ ആയത് കാരണം അവിടെ ആരും ഇല്ലല്ലോ, നാട്ടിൽ ആരും ഇല്ലല്ലോ. ശ്രുതിക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. അങ്ങനെ വിളിച്ച് നമ്മുടെ ശ്രുതിയുടെ അമ്മ വേവലാതി ഓരോന്ന് പറയുകയാണ്. അപ്പൊ ഇങ്ങനെ വേവലാതി പറഞ്ഞു കഴിയുമ്പോഴത്തേനുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് തോന്നുന്നത് ഇനിയിപ്പോ എന്തൊക്കെയാണേലും അമ്മയും മകനും ആണല്ലോ, കൈവിട്ട് കളയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ശ്രുതി ഇങ്ങോട്ടേക്ക് വാ, ഞാനിവിടെ ഒരു വീടെടുക്കാം, നമുക്ക് അവിടെ നിൽക്കാം, തൽക്കാലം അവിടെ നിൽക്കാം, ഇവനെ ഇവിടെ ഒരു സ്കൂളിൽ തന്നെ ചേർക്കാം. അപ്പൊ ഞാൻ ഇടയ്ക്ക് എനിക്ക് ഇവിടെയാണെ തൊട്ടടുത്ത് വന്ന് കാണാനും പറ്റും. ഇപ്പൊ നമ്മുടെ ശ്രുതി ഇച്ചിരി ബിസിയിലാണ് കേട്ടോ. അതിനും കാരണമുണ്ട്, നമ്മുടെ ശ്രുതിക്ക് ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ ശ്രുതിക്ക് ഒരു കടയും കൂടെ ഉണ്ടല്ലോ, വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ഉള്ളൊരു കടയുണ്ട്. ഒരു ബിസിനസ്മാനും കൂടെ ആയി കഴിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയൊക്കെ നിൽക്കണം, ശ്രുതിക്ക് അങ്ങോട്ടേക്ക് പോകാനും പറ്റില്ല. അപ്പം അങ്ങനെയാണ് നമ്മുടെ ശ്രുതി തീരുമാനം എടുക്കുന്നത്, ഈ ഒരു സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ട് അവിടെ നമ്മുടെ ശ്രുതി ഒരു വാടക വീട് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. വീട്ടിൽ ഇതുവരെ പിടിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ ശ്രുതിയുടെ കാര്യം അറിഞ്ഞിട്ടില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ചന്ദ്ര കുത്തുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നിനുമല്ല, അവിടെ എന്ത് ഫംഗ്ഷൻ വെച്ചാലും ബാക്കി എല്ലാവരും വരുന്നുണ്ട്, നിന്റെ അച്ഛൻ മാത്രമേ വരാത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതിന് എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ, ജയിലിലല്ലേ എന്ന് പറയുമ്പം നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛൻ ജയിലിലാണ്, പക്ഷെ നിനക്ക് വേറെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഒന്ന് വരാലോ, വന്നൂർത്ത് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രുതി ഓരോ തട്ടുമുട്ട് ന്യായങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്തൊക്കെയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഡാൻസ് ക്ലാസ്സിൽ കുറെ പിള്ളേരൊക്കെ വരുന്നുണ്ട്. അപ്പൊ കുറെ കുട്ടികളൊക്കെ വരുന്നു. അപ്പൊ കുട്ടികളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് ഇങ്ങനെ പോവാണ്. അപ്പൊ കുട്ടികളുമായിട്ട് നമ്മുടെ ചന്ദ്ര നല്ല കൂട്ടൊക്കെ ആവുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികള് നമ്മുടെ ചന്ദ്രയോട് ആ സ്കൂളിലെ കാര്യങ്ങളൊക്കെ വന്ന് പറയും കേട്ടോ. അപ്പൊ സ്കൂളിലെ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്ന ഇടയ്ക്ക് ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ആ മീറ്റിങ്ങിനിടയിൽ നമ്മുടെ സ്കൂളിലെ അത്യാവശ്യം നല്ല പിള്ളേർക്കെല്ലാം ഒത്തിരി അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു, ഓരോ കാറ്റഗറിയിൽ അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ടീച്ചർ എങ്ങാണ്ട് ഏതോ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് കണ്ടു നോക്ക് എന്നൊക്കെ നമ്മുടെ ചന്ദ്ര മിസ്സിനോട് പറയാണ്. അപ്പൊ ചന്ദ്ര മിസ് എന്ത് ചെയ്തു, ആണോ പിന്നെ കുട്ടികൾ പറഞ്ഞ കാര്യമല്ലേ, എന്നാ പിന്നെ എടുത്ത് നോക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര ഈ കുട്ടികളുടെ ഈ വീഡിയോസ് ഒക്കെ കാണുകയാണ്. അപ്പൊ വീഡിയോസ് കാണുന്നതിന്റെ ഇടയിലാണ് പെട്ടെന്നൊരു കാഴ്ച നമ്മുടെ ചന്ദ്ര കാണുന്നത്. ആ കാഴ്ച നമ്മുടെ ചന്ദ്രയുടെ കണ്ണ് നുള്ളുന്ന കാഴ്ചയായിരുന്നു. വേറെ ഒന്നുമല്ല,
ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് നമ്മുടെ ആദി പഠിക്കുന്നത്. അപ്പം ആദി പഠിക്കുന്ന ആ ഒരു, അതായത് ഈ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ ആ പ്രോഗ്രാം നടന്നപ്പം ആദിക്കും ഒരു സമ്മാനം കിട്ടുമ്പം അതുപോലെ നമ്മുടെ ശ്രുതിയും ആദ്യം കൂടെയാണ് ആ സമ്മാനം മേടിക്കാനായിട്ട് കയറുന്നത്. പേരന്റ് ആയിട്ട് നമ്മുടെ ശ്രുതിയാണ് കയറുന്നത്. അയ്യോ, പിന്നെ പറയാനുണ്ടോ, ചങ്കിൽ ഇടുത്തി വീണ പോലെ ആയിപ്പോയില്ലേ, എന്താ സംഭവം. പക്ഷെ ചന്ദ്ര അങ്ങ് ലെവൽ കടന്നൊന്നും ചിന്തിക്കുന്നില്ല. എന്താന്ന് അറിയണമല്ലോ, ഈ കുട്ടിയുടെ കൂടെ എന്തിന് പേരന്റ് ആയിട്ട് ശ്രുതി കയറി. അല്ലാതെ ശ്രുതിക്ക് വേറെ കുട്ടിയുണ്ടെന്നോ കല്യാണം കഴിഞ്ഞെന്നോ ഒന്നും ആ ഒരു സമയത്ത് ചിന്തിക്കുന്നുമില്ല, അങ്ങനെ ഒട്ടും കരുതുന്നില്ല. പക്ഷെ എന്തിന് കയറി, എന്തോ ഉണ്ട് എന്ന് നമ്മുടെ ചന്ദ്രയ്ക്ക് മനസ്സിലായി. പക്ഷെ അത് വേറെ രീതിയിൽ വല്ലതൊക്കെ ആയിരിക്കാം എന്നൊക്കെയാണ് ഓർത്തത്. പക്ഷെ ഈ ഒരു ശ്രുതി അമ്മയാണെന്നോ അങ്ങനെയൊന്നും അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര എന്ത് കാര്യവും ഏത് കാര്യവും ചെന്ന് പറയുന്നത് ആദ്യം ഭാമയോട് തന്നെയാണല്ലോ. അപ്പം ഭാമയോട് പോയി പറഞ്ഞു, ഭാമ ഇത് കണ്ടോ, നോക്ക് ഭാമേ. ഭാമേനെ വിളിച്ചു വരുത്തുകയാണ് കേട്ടോ, വെപ്രാളത്തിൽ വിളിച്ചു വരുത്തുക. അപ്പം ഭാമ എന്തോ വലിയ കാര്യം എന്നൊക്കെ ഓർത്ത് വന്നപ്പോഴത്തേക്കും ഭാമയോട് പറഞ്ഞു, ഇത് നോക്ക്, ഞാൻ എൻ്റെ ഡാൻസ് പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഫോണിനകത്തു നിന്നാണ് ഈ വീഡിയോ എനിക്ക് കിട്ടിയത്, കണ്ടോ. ഇതിപ്പം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് ശ്രുതി എന്തിനാ ആ കുട്ടിയുടെ കൂടെ പേരന്റ് ആയിട്ട് കയറിയിരിക്കുന്നത്? ആ ഒരു അവാർഡ് മേടിക്കാനാണ്, എന്താന്ന് എനിക്ക് അറിയില്ല. എന്താണെങ്കിൽ തന്നെയും ശ്രുതി അങ്ങനെ കയറാൻ കാരണം എന്താണ്? അവൾ ഈ വക കാര്യങ്ങളൊന്നും വന്നതിനോട് പറഞ്ഞിട്ടുമില്ല. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഭാമിയും, അത് ശരിയാണല്ലോ, നീ കൊണ്ടു തന്ന മരുമകളല്ലേ, എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് മര്യാദയ്ക്ക് തന്നോ. എനിക്ക് ആകെപ്പാടെ പേടിയാവുക എന്ന് പറയുമ്പോൾ, എന്തിനാ പേടിക്കുന്നത്? എനിക്ക് തോന്നുന്നു ചിലപ്പം ആരും ഇല്ലാത്ത കുട്ടി ആയോണ്ട് ശ്രുതി പോയതായിരിക്കും. അങ്ങനെ ആയിരിക്കും. പറഞ്ഞു, ആരും ഇല്ലാത്ത കുട്ടി ആയോണ്ട് ശ്രുതിക്ക് പോകേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ ശ്രുതി പോകുമോ? ഇതെനിക്ക് അതൊന്നും തോന്നുന്നില്ല എന്ന് പറയാണ്. അപ്പൊ ഇതിനിടയിലുണ്ടല്ലോ, നമ്മുടെ രവീന്ദ്രൻ ഒരു ചെറിയൊരു ഓഫീസ് വർക്ക് പോലെ, ഡെയിലി വേജസിനായിട്ട് ഒരു ചെറിയൊരു ഓഫീസ് വർക്ക് പോലെ ഈ സ്കൂളിൽ കിട്ടുന്നുണ്ട്. അപ്പം ആ സ്കൂളിൽ നമ്മുടെ രവീന്ദ്രനും ഉണ്ട്. അപ്പം രവിയേട്ടൻ അറിയാതിരിക്കുമല്ലോ ഇത്. അപ്പം രവീന്ദ്രൻ അറിയാതിരിക്കുമല്ലോ. അപ്പൊ രവീന്ദ്രന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ ജോലിയൊക്കെ കിട്ടുന്നുണ്ട്, ഡെയിലി വേജസ് ആയിട്ട്, റിട്ടയർഡ് ഒക്കെ ആയിട്ട് വീട്ടിൽ ഇരിക്കുന്നതല്ലേ. ഇപ്പൊ ഡെയിലി വേജസ് ആയിട്ട് ഇങ്ങനെ പോകുന്നൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി എന്തിനാണ് അങ്ങനെ വന്ന് കയറി മേടിക്കുന്നത്? അതിനിയിപ്പം രവിയേട്ടൻ അറിയാമോ? രവിയേട്ടൻ ഇനി മനഃപൂർവ്വം ചെയ്യിപ്പിച്ചതാണോ? ഇനിയിപ്പം രവിയേട്ടന്റെ സ്കൂളാണല്ലോ, രവിയേട്ടൻ പഠിപ്പിക്കുന്ന സ്കൂളാണല്ലോ. അപ്പൊ അങ്ങനെ പേരന്റ് ഇല്ലാഞ്ഞിട്ട് തൽക്കാലം ശ്രുതിനെ വല്ലതും വിളിച്ച് കയറ്റിയതാണോ ഒന്നും അറിയില്ല. ഭാമ പറഞ്ഞു, നമുക്ക് വിശദമായിട്ട് ഒരു അന്വേഷണം നടത്തിയേക്കാം, ഏതായാലും നമുക്ക് അറിയണമല്ലോ എന്ന് പറഞ്ഞ് ഭാമ പറഞ്ഞു, രവിയേട്ടനോട് ആദ്യം ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രവീന്ദ്രനോട് ചോദിക്കുകയാണ്. അപ്പൊ രവീന്ദ്രനോട് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നത്, എനിക്കറിയില്ല, ഞാൻ അത് കണ്ടിട്ടുമില്ല, ഓരോ കേസുമായിട്ട് നീ ഇറങ്ങി തിരിച്ചേക്കും. ഇപ്പൊ എന്താ പ്രശ്നം ചോദിക്കുന്ന, ഒരു കുട്ടിയുടെ കൂടെ കയറിയെന്ന് ഓർത്തോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം ചോദിക്കുമ്പോ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മതി. എന്തോ കള്ളക്കളിയൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. ഇപ്പോഴാണോ നിനക്ക് തോന്നുന്നത് കള്ളക്കളി ഉണ്ടെന്ന്? അല്ലെങ്കിലും ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല, ശ്രുതിയുടെ വീട്ടുകാർ ആരും വന്നിട്ടില്ല, ഇതുവരെ തോന്നാത്ത കള്ളക്കളി നിനക്ക് ഇപ്പോഴാണോ തോന്നുന്നത് ചന്ദ്രന് ചോദിച്ചപ്പം, അത് പിന്നെ രവിയേട്ട എന്തോ ഉണ്ട്, ഏതായാലും നീ ഇപ്പം തൽക്കാലം സ്കൂളിലും പോയി അവിടെ ഇവിടെ പോയി ബഹളമൊന്നും വെക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ചന്ദ്ര കേൾക്കുവോ രവീന്ദ്രൻ പറയുന്നത്? ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. ചന്ദ്രയ്ക്ക് ഇത് എന്താന്ന് അറിയണം. അങ്ങനെ നമ്മുടെ ചന്ദ്ര ആ സ്കൂളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്ര സ്കൂളിലേക്ക് ചെന്ന് കഴിയുമ്പം ആരാണ്, എന്താണ്, ആ പയ്യൻ ആരാണ്, പേരന്റ് ആരാണ് എന്നൊക്കെ അന്വേഷിക്കണം. അപ്പൊ പേരന്റ് ഒരിക്കലും നമ്മുടെ ശ്രുതിയല്ല, കല്യാണി എന്ന് പറയുന്ന ഒരു പെണ്ണാണ് പേരന്റ്. അപ്പം ശ്രുതി ആകാൻ വഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ചില അന്വേഷണങ്ങളൊക്കെ നമ്മുടെ ചന്ദ്ര നടത്തുന്നുണ്ട് കേട്ടോ. ഏതായാലും നടത്തി ലാസ്റ്റ് ചന്ദ്ര അറിയുന്നതിന് മുമ്പ് സച്ചിൻ രേവതിയും ഒക്കെ കാര്യങ്ങൾ അറിയുന്നുമുണ്ട്, ചന്ദ്രയോടൊട്ട് പറയുന്നുമില്ല. ഇതിനു മുമ്പ് നമ്മുടെ സച്ചി രേവതി എല്ലാ സത്യങ്ങളും അറിയുന്നുണ്ട്. ആദിയുടെ അമ്മ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ശ്രുതി എന്ന്. അത് വല്ലാത്തൊരു ഷോക്കാണ്. അത് ഞാൻ ഈ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു വിശേഷം കാണിച്ചത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോ വിശേഷം വരാൻ പോകുന്നത്. ഞാനിപ്പോ പറയുന്ന കഥ നാളത്തെയോ ഇന്നത്തെയോ കഥയല്ല, ഇത് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളാണ്. ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു കഥയാണ് ഞാൻ ഈ ചാനലിൽ പറയുന്നത്, അതായത് അപ്കമിങ് എപ്പിസോഡ്. അപ്പം നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഡെയിലി ഇതിലിപ്പം വീഡിയോസ് ചെയ്യാറില്ല, 2-3 ദിവസങ്ങൾ കൂടുമ്പോഴാണ് നമ്മൾ ഇതിൽ വീഡിയോസ് ഇടുന്നത്. കാരണം മറ്റ് ചാനലുകളിൽ നമുക്ക് വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ എന്നെ അറിയാവുന്നവർക്ക് അറിയാതിരിക്കാം, നമ്മൾ ചെറിയ ബിസിനസ് ഒക്കെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് ഈ ചാനലിൽ വന്ന് സത്യം പറഞ്ഞ സമയം കിട്ടുന്നില്ല കേട്ടോ ഇടാനായിട്ട്. പിന്നെ ഞാൻ ആരെങ്കിലും വെച്ച് ചെയ്യിക്കാം, ഈ ചാനലിൽ ആരെങ്കിലും ഒന്ന് വെച്ച് ചെയ്യിക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിലെ ജോലി ആരെങ്കിലും ഒന്ന് വെച്ച് ചെയ്യിക്കാന്നൊക്കെ ഓർക്കുന്നുണ്ട്.
നമ്മുടെ വീട്ടിലെ ജോലിയും വീഡിയോ ഇടലും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സും ഒക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ തലവേദനയാണ്. ഒന്ന് കണ്ണടയ്ക്കാൻ ചൊവ്വേ നേരെ സമയം കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിലിപ്പം തൽക്കാലം ഇടാത്തത്. കാരണം ഈ വീഡിയോ ഇട്ടിട്ടിട്ട് നമുക്ക് റീച്ച് കിട്ടിയ ചാനലാണ്. അപ്പം ഒത്തിരി പേര് ഈ വീഡിയോ ായിട്ട് കാത്തിരിപ്പുണ്ടെന്ന് എനിക്ക് അറിയാം കേട്ടോ. അപ്പൊ ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാനല്ല വേറെ ആരെങ്കിലും ആണ് വീഡിയോ ചെയ്യുന്നതെങ്കിലും എല്ലാവരും ഒന്ന് കണ്ടേക്കണം. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിക്കുകയാണെങ്കിൽ നമ്മൾ 1-2 വീഡിയോയും കൂടി ഇതിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും അതുപോലെ തന്നെ നല്ലൊരു സായാഹ്നവും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്താണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.